നമസ്കാരം. കൂടുതൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഷെങ്കൻ ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് VFS ഗ്ലോബൽ എന്ന് പറയുന്ന ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏജൻസി വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എംബസിയിലേക്കുള്ള ഫീസ് നമ്മൾ അടയ്ക്കുന്നത് ഈ VFS ഗ്ലോബൽ സർവീസസ് എന്ന് പറയുന്ന ഏജൻസി വഴിയാണ്. ആ ഏജൻസി കൊച്ചിയിലും ബാംഗ്ലൂർ, ചെന്നൈയിലും ഹൈദരാബാദിലും എല്ലാം ഈ ഏജൻസി ഉണ്ട്. ഈ ഏജൻസി വഴിയാണ് എംബസിയിലേക്ക് ഡോക്യുമെൻ്റ് നമ്മളുടേതായിട്ടുള്ള വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിസ ഫീസ് എംബസിയിലേക്കുള്ള വിസ ഫീസ് നമ്മൾ VFS ഗ്ലോബൽ വഴിയാണ് അടയ്ക്കുന്നത്. അങ്ങനെ അടയ്ക്കുന്ന തുക നമ്മൾക്ക് ഏകദേശം ഒരു 10,000-നും 12,000-നും ഇടയിൽ വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു പക്ഷേ ചില സമയത്ത് പ്രീമിയർ ലോഞ്ച് ആക്സസ് എടുക്കാനൊക്കെ പറയും. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി 12,500-നും 13,000-നും ഇടയ്ക്കൊക്കെ ആ ഒരു എമൗണ്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ അടയ്ക്കുന്ന എമൗണ്ട് തുക തിരിച്ച് കിട്ടുമോ, അതോ ആ എമൗണ്ട് ഇപ്പോൾ റീഫണ്ട് ചെയ്യപ്പെടുന്നുണ്ടോ, അതല്ലെങ്കിൽ ആ തുക കിട്ടാനുള്ള ഏതെങ്കിലും മാർഗങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇനി രണ്ടാമത് റീസബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ തുക കിട്ടുമോ, അല്ലെങ്കിൽ അത് കുറച്ച് അടച്ചാൽ മതിയോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ആപ്ലിക്കൻസിന് വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന തുക, അതായത് ഒരു കൺട്രിയിലേക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് യൂറോപ്പ് ആണെന്നുണ്ടെങ്കിൽ VFS ഗ്ലോബൽ വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ജപ്പാൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് VFS വഴി തന്നെ പേയ്മെൻറ്റ് അടയ്ക്കാം. അപ്പോൾ ജപ്പാൻ്റെ വിസ ആപ്ലിക്കേഷൻ ഫീസ് ഏകദേശം 2,500 രൂപ, 2,000 ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. ആ ഒരു തുകയിൽ ഇത്ര എമൗണ്ട് കഴിഞ്ഞിട്ട് ബാക്കി ഇത്ര എമൗണ്ട് റീഫണ്ട് ചെയ്യുന്ന പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ വിസ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് വിസ ആപ്ലിക്കേഷനായിട്ട് അടയ്ക്കുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അടയ്ക്കുന്ന, VFS അടയ്ക്കുന്ന ഈ 10,000 അല്ലെങ്കിൽ 12,000 എന്ന് പറയുന്നത് റീഫണ്ടബിൾ അല്ല. അതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ റീസബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഈ എംബസി ഫീസും അതേപോലെ തന്നെ ആപ്ലിക്കേഷന് ഡേറ്റ് എടുത്ത്, അതായത് അപ്പോയിൻമെൻറ്റിന് ഡേറ്റ് എടുത്ത് വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അതല്ലാതെ ഒരു രീതിയിലുള്ള ഇളവോ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം അടച്ചതാണ്, വിസ റിജക്ഷനായി, അതുകൊണ്ട് നമ്മൾക്ക് ആ ഫണ്ട് തിരിച്ചു തരാമെന്ന് ഒരിക്കലും എംബസി പറയുന്നില്ല. നമ്മൾ എത്ര പ്രാവശ്യം റീസബ്മിറ്റ് ചെയ്യുന്നോ അത്രയും പ്രാവശ്യം നമ്മൾ അപ്പോയിൻമെൻറ്റ് ഡേറ്റിന് പൈസ കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ വിസയ്ക്ക് എംബസിയിലേക്ക് അടയ്ക്കുന്ന ഫീസും ആ പൈസ നമ്മൾ വീണ്ടും അടച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അത് തിരിച്ചു കിട്ടുന്ന തുകയല്ല. അപ്പോൾ അതുകൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ, ഷെങ്കൻ വിസയ്ക്ക് ആയാലും മറ്റു വിസകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കി, നിങ്ങൾക്കത് തിരിച്ചു കിട്ടാത്ത തുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതേപോലെയുള്ള സംശയങ്ങളും ഇതേപോലെയുള്ള യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജോബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് വർക്ക് വിസാസ് അവൈലബിൾ ആണ്, കെയർ വിസാസ് അവൈലബിൾ ആണ്, ലേഡീസിനൊക്കെ ഷെങ്കൻ വിസ കാര്യങ്ങളും അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ, അതല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ, വർക്ക് വിസ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കേരളത്തിൽ ജോലി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ജോലി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ പ്രൊഫഷണലോ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റെസ്യൂം നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ജോലിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ സ്റ്റാഫ് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചിട്ടുണ്ട്. കൂടെ ഡിസ്റ്റൻറ്റ് ഡിസീസസ് ചെയ്യുന്നത്. താങ്ക് യു.